ഹലോ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവം കപ്പ ബിരിയാണി. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വാ എല്ലാവരും. എനിക്ക് ആവശ്യമായ കപ്പ 1 കിലോ കപ്പയാണ്. അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് സ്റ്റൗ കത്തിച്ച് നികക്കെ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. തിളച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർക്കാവേ. അടച്ചു വെച്ച് വേവിക്കാം. കപ്പ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിടണേ. കപ്പ തിളച്ചു, നമുക്കിനി ആവശ്യമുള്ള ഉപ്പിടാവേ. ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ബീഫ് വേവിക്കാനായി നമുക്ക് കുക്കറിലിടാവേ. കഴുകി വൃത്തിയാക്കിയ ഇത് വാരിയാണ്, വാരിയെല്ലോട് കൂടിയ ഇറച്ചിയും കൂടെ ചേർന്ന ആണ്, പോത്തിറച്ചിയാണ് 1 കിലോ. അതിലേക്ക് ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി, ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇത്രയുമാണ് നമ്മളിതിന് ചേർക്കാൻ പോകുന്നത്. ഇത് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ശരിക്കും ഇളക്കി കൈകൊണ്ട് തിരുമ്മി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിക്കാവേ. ഉപ്പും ഇട്ട് തിരുമ്മി. ബീഫ് വാങ്ങിക്കുമ്പോൾ അല്പം ബിരിയാണി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ അല്പം നെയ്യുള്ള ഇറച്ചിയെ വാങ്ങിക്കാവേ. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് ഒരു 3-4 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അടുപ്പത്ത് വെച്ചു. ഇനി ഒരു 4 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കി വെന്തോന്ന് നോക്കിയതിന് ശേഷം കപ്പ വെന്തു വെള്ളമൊക്കെ ഊറ്റി ഒന്ന് ചെറുതായിട്ട് ഉടച്ച് വെച്ചേക്കുന്നേ. നമ്മളങ്ങ് പേസ്റ്റ് പോലെ ഉടയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചെറുതായിട്ട് ഉടച്ച് വെച്ചേക്കുകയാണ്. കപ്പ ഒരു 3/4 ഭാഗം വേകുമ്പോഴത്തേക്ക് എടുക്കണേ. നമ്മൾ ബീഫിന് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് കപ്പയ്ക്കും അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാവും. ഇനി ബീഫ് വെന്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് കപ്പയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരമുറി തേങ്ങ ചിരകിയത് അത് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇത് കപ്പയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തായിട്ട് ചേർത്ത് കൊടുക്കാനാണ്. ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ബീഫൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനിയും കപ്പ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യാവേ. എല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർക്കാവേ. പിന്നെ വിളമ്പാൻ നേരത്ത് ശരിക്കും മിക്സ് ചെയ്ത് എടുത്താൽ മതിയേ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സന്തോഷമായിട്ടിരിക്കുക. കണ്ടോ, എല്ലാവരും ഉണ്ടാക്കുക,
കഴിക്കുക, സന്തോഷമായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഈ സാധാരണ ഈ കപ്പ ബിരിയാണി കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് സവാള കൊത്തിയരിഞ്ഞ് അതിൻ്റെ ഒരു രീതിയാണത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കണം. ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ കാണാമേ.